വെൽക്കം ടു വരാന്ത റൈസ് യൂട്യൂബ് ചാനൽ. ഞാൻ മാളവിക. അപ്പോൾ നമ്മൾ SSC CPO റാപ്പിഡ് ഫയർ സീരീസിൻ്റെ ഡേ 1 കഴിഞ്ഞു, ഡേ 2 കഴിഞ്ഞു, ഇന്ന് ഡേ 3ലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെ എക്സാമിൻ്റെ ദിവസങ്ങളും കുറഞ്ഞു വരുവാണ്. നമ്മളെ സ്റ്റഡി പ്ലാൻ പക്കയായി കൊണ്ടുപോയി നമ്മൾ കൃത്യമായ ഇതിൽ നമ്മൾ വേഗം പഠിച്ച് തീർക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ ഏതെല്ലാം നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ലാസ്റ്റ് സുൽത്താൻ ഓഫ് ലോധി ഡൈനാസ്റ്റി? ലോധി ഡൈനാസ്റ്റിയിലെ ലാസ്റ്റ് സുൽത്താൻ ആരാണ്? അപ്പോൾ നമ്മളെ ആൻസർ എന്ന് പറയുന്നത് ഇബ്രാഹിം ലോധിയാണ്. ഇബ്രാഹിം ലോധിയാണ് ലോധി ഡൈനാസ്റ്റിയിലെ അവസാനത്തെ രാജാവ്. അപ്പം ഇബ്രാഹിം ലോധി എന്ന് പറയുന്നത് 1526 വെച്ച ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ ബാബറിനോട് തോൽക്കുകയും ബാബർ അദ്ദേഹത്തെ വധിക്കുകയായിരുന്നു ചെയ്തത്. അതുപോലെ പാനിപ്പത്തിൽ അതുപോലെ അദ്ദേഹത്തിൻ്റെ ടോംബ് എന്ന് പറഞ്ഞാൽ ഹരിയാനയിലെ പാനിപ്പത്തിലാണ് ഉള്ളത്. അതുപോലെ ലോധി ഡൈനാസ്റ്റിയിലെ അവസാനത്തെ രാജാവ് നമ്മൾ ഇബ്രാഹിം ലോധി എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആരാണ് ലോധി ഡൈനാസ്റ്റിന്റെ ഫൗണ്ടർ? ബഹുലുൽ ഖാനാണ് ലോധി ഡൈനാസ്റ്റിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അതുപോലെ ഇതൊരു അഫ്ഗാൻ ഡൈനാസ്റ്റിയാണ്. ഇനി കൂടുതലായിട്ട് നോക്കുവാണെങ്കിൽ 1451 തൊട്ട് 1526 വരെയാണ് ലോധി ഡൈനാസ്റ്റിന്റെ കാലഘട്ടം വരുന്നത്. അതുപോലെ ബഹുലുൽ ഖാന്റെ മകനാണ് സിക്കന്ദർ ലോധി. ഈ സിക്കന്ദർ ലോധിയാണ് ആഗ്ര 1504 കണ്ടുപിടിച്ചത്. അതുപോലെ സിക്കന്ദർ ലോധിയുടെ മകനാണ് ഇബ്രാഹിം ലോധി. ഇവർ 4 ഈ ലോധി ഡൈനാസ്റ്റിയിലെ കാര്യമായ രാജാക്കന്മാരായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ, ദ പ്രിൻസിപ്പിൾ ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി വർ അഡോപ്റ്റഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് UK, ഫ്രാൻസ്, കാനഡ, അയർലൻഡ്. നമ്മളെ ആൻസർ വരുന്നത് ഫ്രാൻസ് ആണ്. ഫ്രാൻസിൽ നിന്നാണ് നമ്മൾ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞ വേർഡ്സ് എടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ ഇത് ഫ്രഞ്ച് റെവല്യൂഷൻ എന്നാണ് എടുത്തതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഫ്രഞ്ച് റെവല്യൂഷൻ നടന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1789 തൊട്ട് 1799 വരെയാണ് ഫ്രഞ്ച് റെവല്യൂഷൻ നടന്നിട്ടുള്ളത്. അതുപോലെ ഈ എടുത്ത വേർഡ്സ് എല്ലാം നമ്മൾ നമ്മുടെ പ്രിയാമ്പിളിലേക്ക് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് എടുത്തു. അതിൻ്റെ കൂടെ തന്നെ 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് പ്രകാരം സോഷ്യലിസ്റ്റ്, സെക്യുലാർ ആൻഡ് ഇന്റഗ്രിറ്റി ഈ വേർഡ്സും കൂടി നമ്മൾ പ്രിയാമ്പിളിലേക്ക് ആഡ് ചെയ്യുകയുണ്ടായി. ഇനി നമ്മൾ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തത് ഏതെല്ലാം നോക്കുവാണെങ്കിൽ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, ഫണ്ടമെന്റൽ റൈറ്റ്സ്, റിമൂവൽ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസ് ആൻഡ് പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ്, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റ്, ഇതെല്ലാം നമ്മൾ US കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്ത ടേംസ് ആണ്. അതുപോലെ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുവാണെങ്കിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ്, പാർലമെന്ററി ഗവൺമെന്റ്, റൂൾ ഓഫ് ലോ, ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, ബൈക്യാമറലിസം, ക്യാബിനറ്റ് സിസ്റ്റം, പ്രൊഗസ്റ്ററി റിറ്റ്സ് ആൻഡ് പാർലമെന്ററി പ്രിവിലേജസ്, ഇതെല്ലാം നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തത്. അപ്പോൾ ഈ നമ്മൾ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ നമുക്കൊരു കോഡ് വെച്ചാലോ? അതിൻ്റെ കോഡാണ് പാർലേജി ബിസ്ക്കറ്റ് വീറ്റ്സ്. അപ്പോൾ നമ്മൾ ഈ PA വരുമ്പം പാർല് വരുമ്പോൾ നമുക്ക് പാർലമെന്ററി ഗവൺമെന്റ് പറയാം, അതുപോലെ പാർലമെന്ററി പ്രിവിലേജ് വരാം. ഇതെല്ലാം ഈ പാർല് വന്നു. ഇനി RL നോക്കുവാണെങ്കിൽ റൂൾ ഓഫ് ലോ, അതുപോലെ LE നോക്കുവാണെങ്കിൽ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ നമുക്ക് ഇതിൽ കിട്ടി. ഇനി ബിസ്ക്കറ്റ് നോക്കുവാണെങ്കിൽ BI, ബൈക്യാമറലിസം നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. SSC വരുമ്പോൾ സിംഗിൾ സിറ്റിസൺഷിപ്പ്, CS വരുമ്പോൾ നമുക്ക് ക്യാബിനറ്റ് സിസ്റ്റം, അതുപോലെ W വരുമ്പോൾ നമുക്ക് റിറ്റ്സ്. ഇങ്ങനെ ഈ ടേം വെച്ചിട്ട് നമുക്ക് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു കോഡ് വെച്ച് നമുക്കിത് പഠിക്കാം. ഇനി അടുത്ത് കാനഡ നോക്കുവാണെങ്കിൽ, വെസ്റ്റിംഗ് ഓഫ് റെസിഡൽ പവേഴ്സ് ഇൻ ദ സെൻറ്റർ, ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെൻറ്റർ, ദ അപ്പോയിൻമെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദ സെൻറ്റർ ആൻഡ് അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. ഇതാണ് കാനഡയിൽ നിന്ന് എടുത്തത്. അപ്പോൾ കാനഡ നമുക്ക് കുറച്ച് ദൂരെയുള്ള കൺട്രിയില്ല, അപ്പോൾ നമുക്കതിന് ഫാർ എന്ന് പറയാം. ഫാർ, ഇതാണ് നമ്മളെ കോഡ്. അപ്പോൾ F വരുമ്പോൾ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെൻറ്റർ, അതുപോലെ A വരുവാണെങ്കിൽ അപ്പോയിൻമെന്റ് ഓഫ് സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദ സെൻറ്റർ ആൻഡ് പിന്നെ അടുത്ത A വരുമ്പോൾ അഡ്വൈസറി ജുറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട്, പിന്നെ R വരുവാണെങ്കിൽ റെസിഡുവൽ പവേഴ്സ്. ഈ കോഡ് വെച്ച് നമുക്ക് കാനഡേൻ്റെ പഠിക്കാം. ഇനി അടുത്തതാണ് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ. വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ വരുന്നതാണ് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി. അപ്പോൾ നമ്മൾ ജർമ്മൻ ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് അഡോൾഫ് ഹിറ്റ്ലർ. അപ്പോൾ
അഡോൾഫ് ഹിറ്റ്ലർ നമ്മുടെ റൈറ്റ്സ് നമുക്ക് തടഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി ജർമ്മനിയിൽ നിന്ന് എടുത്തതാണ് നമുക്ക് ഓർത്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റിനിൽ പോവുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ഇൻക്ലൂഡഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് 2022, അതായത് 86ലെ അമെൻമെന്റിൽ വന്നത്. നമ്മളെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ റീ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സീറ്റ്സ് ഓഫ് ലോക്സഭ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, റീ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ടെറിട്ടോറിയൽ കോൺസ്റ്റിറ്റ്യൻസ്, എലമെന്ററി എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമ്മൾ ആൻസർ വരുന്നത് എലമെന്ററി എഡ്യൂക്കേഷൻ ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ 86th അമെൻമെന്റ് പ്രകാരം അത് 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് വേണ്ട മതിയായ കെയറും 6 തൊട്ട് 14 വയസ്സ് വരുന്ന കുട്ടികൾക്ക് അവർക്ക് വേണ്ട എഡ്യൂക്കേഷനും മസ്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ള റൈറ്റ് ആണ് ഈ അമെൻമെന്റ് പ്രകാരം വരുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 45നെ റീപ്ലേസ് ചെയ്ത് ആർട്ടിക്കിൾ 21A ആർട്ടിക്കിൾ 21ന് ശേഷം കൊണ്ടുവരികയും ചെയ്തു. അതുപോലെ ഈ ആർട്ടിക്കിൾ 51A പറയുന്നതും പാരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻസ് ഈ 6 തൊട്ട് 14 വയസ്സ് വരുന്ന കുട്ടിക്ക് മസ്റ്റ് ആയിട്ടും അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ 21A പറയുന്നതെന്ന് വെച്ചാൽ ദ സ്റ്റേറ്റ് ഷാൾ പ്രൊവൈഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഓഫ് ദ ഏജ് ഓഫ് 6 to 14 years ഇൻ സച്ച് മാനർ ആസ് ദ സ്റ്റേറ്റ് മേ ബൈ ലോ ഡിറ്റർമൈൻ. സ്റ്റേറ്റ് പറയുന്നത് പോലെ തന്നെ 6 തൊട്ട് 14 വയസ്സ് വരുന്ന കുട്ടിക്ക് അവരുടെ എഡ്യൂക്കേഷൻ മസ്റ്റ് ആയിട്ടും പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ആർട്ടിക്കിൾ 21A പറയുന്നത്. ഇതൊക്കെ പറഞ്ഞെങ്കിലും 8 വർഷം കഴിഞ്ഞ് 2010 ഇതൊക്കെ ഇംപ്ലിമെന്റ് ആയത്. ഇനി ആർട്ടിക്കിൾ 45 നോക്കുകയാണെങ്കിൽ ദ സ്റ്റേറ്റ് ഷാൾ എൻഡീവർ ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അണ്ടിൽ ദേ കംപ്ലീറ്റ് ദ ഏജ് ഓഫ് 6 years. 6 years ഏജ് കിട്ടുന്നത് വരെ അവർക്ക് വേണ്ട ചൈൽഡ് കെയറും എഡ്യൂക്കേഷനും കൊടുത്തിരിക്കണം. അതുപോലെ ആർട്ടിക്കിൾ 51 പറയുന്നത് എന്താ വെച്ചാൽ ഹു ഈസ് എ പാരന്റ് ഓർ ഗാർഡിയൻ ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ എഡ്യൂക്കേഷൻ ടു ഹിസ് ചൈൽഡ് ഓർ ദ കേസ് മേ ബി വാർഡ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 14 years. അതായത് 6 തൊട്ട് 14 വരുന്നവർക്ക് പാരൻസ് ആയിക്കോട്ടെ അതുപോലെ ഗാർഡിയൻ ആയിക്കോട്ടെ അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്നാണ് ആർട്ടിക്കിൾ 51 പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ആസ് ഓഫ് മാർച്ച് 2022 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാൻസ് ഫോംസ് ഹാസ് നോട്ട് ബീൻ ലിസ്റ്റഡ് ആസ് എ ക്ലാസിക്കൽ ഡാൻസ് ഇൻ ഇന്ത്യ. ഏത് ഡാൻസ് ആണ് ക്ലാസിക്കൽ ഡാൻസിൽ പെടാത്തത്? ഒഡീസി, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ലാവണി. നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ ലാവണിയാണ്. ബാക്കി 3 നമ്മൾ ക്ലാസിക്കൽ ഡാൻസിൽ പെട്ടതാണ്. കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ മിനിസ്ട്രി ഓഫ് കൾച്ചേഴ്സ് അംഗീകരിച്ച 9 ക്ലാസിക്കൽ ഡാൻസ് ആണ് ഇന്ത്യയിലുള്ള. അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗീകരിച്ച 8 ക്ലാസിക്കൽ ഡാൻസ് ആണ് ഉള്ളത്. ഇപ്പോൾ ഡാൻസ് നോക്കുകയാണെങ്കിൽ കഥക്, സട്രിയ, ഭരതനാട്യം, കുച്ചിപ്പുടി, കഥകളി, മോഹിനിയാട്ടം, മണിപ്പൂരി, ഒഡീസി, ചാഹു. ഇതെല്ലാം മിനിസ്ട്രി ഓഫ് കൾച്ചേഴ്സ് അംഗീകരിച്ച 9 ക്ലാസിക്കൽ ഡാൻസ്. പക്ഷേ ഈ ചാഹു എന്ന് പറയുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗീകരിച്ച ഡാൻസ് അല്ല. ഇനി അടുത്ത് നോക്കുവാണെങ്കിൽ ലാവണി. ലാവണി എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ ഒരു ഫോക്ക് ഡാൻസ് ആണ്. അതുപോലെ ഡോൾക്കി എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് ഈ ലാവണി ഡാൻസ് കളിച്ചു വരുന്നത്. അതിന്റെ ബീറ്റ് അവർ ഋതമായി എടുത്താണ് ഈ ഡാൻസ് കളിക്കുന്നത്. ഇത് ഡാൻസ് കളിക്കുന്നത് മഹാരാഷ്ട്രയിലും സൗത്തേൺ മധ്യപ്രദേശിലും വരുന്ന ഫീമെയിൽ ആർട്ടിസ്റ്റ് ആണ് ഈ ഡാൻസ് കളിച്ചു വരുന്നത്. അതുപോലെ അവർ 9 yard ലോങ് സാരി ചുറ്റിയാണ് ഈ ഡാൻസ് കളിക്കുന്നത്. അതുപോലെ ഈ ഡാൻസ് 18 അല്ലെങ്കിൽ 19 നൂറ്റാണ്ടിലാണ് മഹാരാഷ്ട്രയിൽ ഇത് കണ്ടുവന്നു തുടങ്ങിയത്. അതുപോലെ പൂനെയിലെ പേശ്വാരി ഡൈനാസ്റ്റിയാണ് ഈ ഡാൻസ് പ്രൊമിനന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ടർ വാസ് ദ ഫോക്കസ് ഓഫ് ദ ഫസ്റ്റ് 5-year പ്ലാൻ? ഓപ്ഷൻസ് സർവീസ് സെക്ടർ, അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, പബ്ലിക് സെക്ടർ. ആൻസർ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറാണ്. ഫസ്റ്റ് 5-year പ്ലാനിൽ നമ്മൾ ഫോക്കസ് കൊടുത്തത് അഗ്രികൾച്ചർ സെക്ടറിനാണ്. അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 1951 തൊട്ട് 1956 വരെയാണ് ഫസ്റ്റ് ഇയർ 5 പ്ലാൻ നമ്മൾ ആക്റ്റീവായിട്ടുള്ളത്. അതുപോലെ ഇത് ഹാരോൾഡ് ഡോമർ മോഡൽ എന്നാണ് അറിയപ്പെട്ടത്. അതുപോലെ ഈ ഫസ്റ്റ് 5-year പ്ലാൻ പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ ഇതിന്റെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഗുൽസാർലാൽ നന്ദയാണ് ഫസ്റ്റ് 5-year പ്ലാനിന്റെ. അതുപോലെ ദ ആർക്കിടെക്ട് ഓഫ് ദിസ് പ്ലാൻ അറിയപ്പെട്ടത് KN രാജ്. ഇറ്റ് വാസ് എ ക്വാസി സക്സസ്ഫുൾ ഫോർ ദ ഗവൺമെന്റ്. നമ്മുടെ വരാന്ത റേസിന്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ബേസിക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബേസിക് ക്ലാസ്സിൽ എക്സ്പെർട്ട് ഫാക്കൽറ്റി വന്ന് നമുക്ക് ക്ലാസ് എടുത്തു തരുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ബേസിക് സർക്കിൾസ് ഉണ്ടാവും. ബേസിക് സർക്കിൾസിന് മെൻറ്റേഴ്സ് വന്ന് ബേസിക് മെറ്റീരിയൽസ് വന്ന് അവരെ കുറച്ചും കൂടി ക്യാപ്പബിൾ ആക്കുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു CGL Tier 1 ലെവൽ എക്സാം വെച്ച് അവരെ എക്സ്ട്രീം സർക്കിൾസിലേക്ക്
കടത്തി വിടുന്നതായിരിക്കും. ഈ എക്സ്ട്രീം സർക്കിൾസിൽ മെന്റൽ സപ്പോർട്ട് അവർക്ക് ഉണ്ടാവും. അതുപോലെ കൊടുക്കുന്ന മെറ്റീരിയലിന്റെ ലെവൽ കുറച്ചും കൂടി ഹയർ ആയിരിക്കും. മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർക്ക് കൊടുക്കുന്നുണ്ടാവും. പിന്നെ അത് കഴിയുമ്പോൾ സൂപ്പർ ബാച്ച് ഉണ്ട്. സൂപ്പർ ബാച്ച് എന്ന് പറയുമ്പോൾ എക്സാം ഓറിയന്റഡ് ആയിരിക്കും സൂപ്പർ ബാച്ച് വരുന്നത്. അപ്പം ഇപ്പോൾ CPOയുടെ എല്ലാം ഫോക്കസ് ബാച്ച് നമുക്കിപ്പോൾ തുടങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ അടുത്ത നോക്കുവാണെങ്കിൽ റിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചു, ഓക്കെ സെറ്റായി, നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ, ഓൺലൈൻ മോക്ക് ടെസ്റ്റുകൾ എടുത്ത് നമ്മുടെ കൺസിസ്റ്റൻസി സ്പീഡും ഓക്കെയാണ് റിപ്പ് സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ മോക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. മോക്ക് ഇൻ്റർവ്യൂ എന്ന് ഒരു എക്സ്പേർട്ട് പാനൽ വെച്ച് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്കൊരു മോക്ക് ഇൻ്റർവ്യൂ തന്ന് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ചും കൂടി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മോക്ക് ഇൻ്റർവ്യൂ. അതായത് നമ്മളെ വീക്ക് പോയിന്റ് ഏതൊക്കെയാണെന്ന് അവർ പറഞ്ഞു തന്ന് നമ്മൾ ആ ഒരു കാര്യത്തിലും കൂടി ഓക്കെ ആക്കുവാണ് മോക്ക് ഇൻ്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വരാന്ത റേസിൽ ജോയിൻ ചെയ്യാൻ ഓഫ്ലൈൻ ബാച്ചസ് ഉണ്ട്, ഓൺലൈൻ ബാച്ചസ് ഉണ്ട്. ഓഫ്ലൈൻ ബാച്ചസ് മൺഡേ ടു ഫ്രൈഡേ റെഗുലർ ബാച്ചും സാറ്റർഡേ സൺഡേ വീക്കെൻഡ് ബാച്ചും ഉണ്ട്. അതുപോലെ ഓൺലൈൻ ബാച്ചും ഉണ്ട്. അപ്പോൾ രണ്ടും ഏത് വേണം നമുക്ക് ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം. അതിന് വേണ്ട കോൺടാക്ട് നമ്പറാണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. വിച്ച് ഫോർമുല ഈ യൂസ് ടു റെപ്രസെന്റ് ദ 3-dimensional സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾസ് യൂസിങ് എ 2-dimensional സർഫേസ് ലൈക്ക് ഷീറ്റ് ഓഫ് പേപ്പർ ഓർ എ കമ്പ്യൂട്ടർ സ്ക്രീൻ? ഒരു 3-dimensional സ്ട്രക്ചർ നമുക്ക് ഒരു പേപ്പറിലോ കമ്പ്യൂട്ടർ സ്ക്രീനിലോ 2-dimensional സർഫേസ് പറ്റുന്ന ഫോർമുല ഇതിൽ ഏതാണ്? അപ്പോൾ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ബോണ്ട് ലൈൻ ഫോർമുല, ലൂയിസ് സ്ട്രക്ചർ ഫോർമുല, ഡാഷ് വെഡ്ജ് ഫോർമുല, കണ്ടൻസ്ഡ് സ്ട്രക്ചർ ഫോർമുല. നമ്മൾ ആൻസർ വരുന്നത് ഡാഷ് വെഡ്ജ് ഫോർമുലയാണ്. നമ്മൾ അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഓർഗാനിക് കെമിസ്ട്രിയിലാണ് ഈ ഫോർമുല നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതിൽ വെഡ്ജ് എന്ന് പറഞ്ഞാൽ വെഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ബോണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാനാണ്. അതിപ്പം ഒരു പേപ്പറിൽ നിന്ന് നമുക്ക് മുന്നോട്ട് വരുന്ന ഒരു റെപ്രസെൻറ്റേഷനെ കാണിക്കാനാണ് നമ്മൾ വെഡ്ജ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡാഷസ് ആണെങ്കിൽ ഇതിൽ പിന്നോട്ട് പോകുന്ന കെമിക്കൽ ബോണ്ടിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ഡാഷസ് യൂസ് ചെയ്യുന്നത്. ഒരു 3D സ്ട്രക്ചർ മുന്നോട്ട് പോകുന്നുണ്ടാവും, ബാക്കോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മുന്നോട്ട് പോകുന്നത് വെഡ്ജസ് ആയിട്ട് നമ്മൾ പറയുന്നു, ബാക്കോട്ട് പോകുന്നതിന് നമ്മൾ ഡാഷസ് ആയിട്ടാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ദ ഐഡിയ ഓഫ് റൂൾ ഓഫ് ലോ വാസ് അഡോപ്റ്റഡ് ഫ്രം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ്? ഓപ്ഷൻസ് റഷ്യ, US, UK, കാനഡ. നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് ഇതിൻ്റെ കോഡ് പഠിച്ചതേ ഉള്ളൂ. റൂൾ ഓഫ് ലോ എവിടെ നിന്നാണ് എടുത്തത്? റൂൾ ഓഫ് ലോ നമ്മൾ എടുത്തത് UK എന്നാണ്. നമ്മളെ കോഡ് പഠിച്ചത് പാർലേജി ബിസ്ക്കറ്റ് ബേറ്റ്സ് എന്നാണ് ഇതിൽ RL. ഇവിടെ വരുന്ന റൂൾ ഓഫ് ലോ നമ്മൾ UK എന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കൺട്രി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആവശ്യമായൊരു സാധനമാണ് ഈ റൂൾ ഓഫ് ലോ. ഇതിൽ ഒരു റൂൾ നമ്മൾ ഇറക്കിയാൽ ആ കൺട്രിയിലെ എല്ലാ സിറ്റിസൻസിനും ഈക്വൽ ആയിട്ടാണ് റൂൾ കൊടുത്തിരിക്കുന്നത് എന്നുള്ള തെളിവാണ് ഈ റൂൾ ഓഫ് ലോ. അപ്പോൾ ഒരു റൂൾ ഓഫ് ലോ പക്കയായിട്ട് കൊണ്ടുപോകുന്നതാണെങ്കിൽ ആ കൺട്രിയിൽ നമുക്ക് എല്ലാ സിറ്റിസൻസും ഈക്വൽ ആയിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ റൂൾ ഓഫ് നമ്മൾ എടുത്തിട്ടുള്ളത് UK എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡാഷ് വാസ് എ കീ പൊസിഷൻ ഇൻ ദ റോയൽ കോർട്ട് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ആൻഡ് ഹിസ് റോൾ വാസ് എ ജനറൽ സൂപ്പർവൈസർ ഓവർ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. ഇതിൽ ഏത് പോസ്റ്റാണ് ജനറൽ സൂപ്പർവൈസർ ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ജനറൽ സൂപ്പർവൈസർ ആയിട്ടുള്ളത്? അപ്പോൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ദിവാനൈ മുസ്താഖ് രാജ്, ദിവാനൈ അമീർ കോലി, ദിവാനൈ വാഖൂഫ്, ദിവാനൈ വിസാരത്ത്. അപ്പോൾ നമ്മൾ ആൻസർ ദിവാനൈ വിസാരത്താണ്. ദിവാനൈ വിസാരത്ത് എന്ന് പറഞ്ഞ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഒരു ജനറൽ സൂപ്പർവൈസർ ആയിട്ടാണ് ദിവാനൈ വിസാരത്ത് കൊണ്ടുപോകുന്നത്. അതുപോലെ വാസിർ എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഹെഡ് ആയിട്ടാണ് പോകുന്നത്. ഒരു സ്റ്റേറ്റിന്റെ ഫിനാൻഷ്യൽ ഹെഡ് ആയിരിക്കും. പക്ഷെ ഒക്കേഷണലി അവർക്ക് വേണമെങ്കിൽ മിലിറ്ററിന്റെ ഹെഡ് ആയിട്ടും മാറേണ്ടി വരും. ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ദിവാനൈ കോഹി എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആണ്, ദിവാനൈ മുസ്കരാജ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അരിയേഴ്സ് ആണ്, ദിവാനൈ ഖൈരത്ത് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ചാരിറ്റി ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ സ്കീം വാസ് ലോഞ്ച്ഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ്? ഓപ്ഷൻസ് 2012, 2019, 2015, 2010. നമ്മൾ ആൻസർ വരുന്നത് 2015 ആണ്. 1 ജൂലൈ 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്നൊരു പ്രോഗ്രാമാണ് ഇത്. ഇത് റൂറൽ ഏരിയസിൽ ഡിജിറ്റലി എംപവേർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ഇൻക്രീസ് ദ ഇന്റർനെറ്റ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് കണക്ഷൻ ഇൻ റൂറൽ ഏരിയാസ് എന്നുള്ളതായിരുന്നു അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. അതുപോലെ ഇതിന്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ പവർ ടു എംപവർ. പവർ ടു എംപവർ എന്ന് പറഞ്ഞായിരുന്നു അവരുടെ മോട്ടോ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ
The last question ആണ്, it is a crop which is used both as food and fodder. It is a kharif crop which requires temperature between 21 degrees Celsius to 27 degrees Celsius and grow well in old alluvial soil. The above given statement talks about which of the following crop? ഇതിൽ ഏത് ക്രോപ്പിനെ കുറിച്ചാണ് above സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? ഷുഗർ ബീറ്റ്, ബജ്ര, മെയ്സ്, കോഫി. നമ്മൾ ആൻസർ എന്ന് പറയുന്നത് മെയ്സ് ആണ്. നമ്മൾ മെയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മെയ്സ് എന്ന് പറയുന്നത് നമുക്ക് ഫുഡായിട്ടും ഫോഡറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതൊരു കാരിഫ് ക്രോപ്പ് ആണ്. ഇതൊരു കാരിഫ് ക്രോപ്പ് ആണ്. അതുപോലെ 21 ഡിഗ്രി സെൽഷ്യസ് ടു 27 ഡിഗ്രി സെൽഷ്യസിലെ ആ ഒരു ടെമ്പറേച്ചറിലാണ് ഇത് വളർന്നു വരുന്നത്. അതുപോലെ ഇത് ഓൾഡ് അലൂവിയൽ സോയിലും വളർന്നു വരുന്നു. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ബീഹാർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത് റാബി സീസണിലും വളർന്നു വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ മേജർ മെയ്സ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ കർണാടക, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന. ഈ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ മെയ്സ് മെയിനായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ ബാക്കിയുള്ള കാരിഫ് ക്രോപ്പ് എന്ന് പറയുന്നത് പാഡി, ജോവർ, ബജ്ര, രാഗി, അർഹർ, മൂങ്ക്, ഉറുദ്, കോട്ടൺ, ഗ്രൗണ്ട്നട്ട് തുടങ്ങിയതെല്ലാം അതർ കാരിഫ് ക്രോപ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ താങ്ക് യു.